ദൈവതിരുനാമത്തിന് മഹത്വം. വാത്സല്യ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവചനചിന്തയ്ക്ക് ആധാരമായി യെഹെസ്കേൽ പ്രവചനം 37 അധ്യായം അതിൻ്റെ 3 വാക്യം വായിക്കും. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് യെഹെസ്കേൽ പ്രവചനം 37 അധ്യായം 3 വാക്യം. ഈ വാക്യത്തിൽ നിന്ന് അനവധിയായ ദൈവോജന ശുശ്രൂഷകൾ അനുഗ്രഹീതരും അഭിഷിക്തന്മാരുമായ ദൈവഭൃത്യന്മാരിൽ നിന്ന് പലപ്പോഴായി നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ പ്രഭാതത്തിൽ, ഈ തിങ്കളാഴ്ച പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ദൈവോജന ശ്രോതാവായി നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നോക്കി ചിലരെങ്കിലും പറയാൻ സാധ്യതയുണ്ട്, ഈ അസ്ഥി ഇനി ജീവിക്കുമോ? ഈ കുടുംബം ഇനി രക്ഷപ്പെടുമോ? ഈ കുഞ്ഞുങ്ങൾ ഇനി രക്ഷപ്പെടുമോ? എങ്ങനെ എത്തേണ്ടവരാണ്, എവിടെ എത്തേണ്ടവരാണ്? പക്ഷേ ഇതുവരെ ഒരു മാറ്റമുണ്ടായില്ലല്ലോ. നിന്നെ നോക്കി, നിന്റെ തലമുറയെ നോക്കി അയൽവാസികളിൽ ചിലരെങ്കിലും ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. അതെ, ദൈവത്തിൻ്റെ ആത്മാവ് നിരാശയുടെ വക്കിലായിരിക്കുന്ന ദൈവകുഞ്ഞെ നിന്നോട് പറയുകയാണ്, നീ ജീവിക്കേണ്ടതിന്, നിന്റെ തലമുറകൾ രക്ഷപ്പെടേണ്ടതിന് അസ്ഥികളോട് ദൈവാത്മാവ് പ്രവചിച്ചു പറഞ്ഞത്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. അസ്ഥികൾ, മരിച്ചു മൺമറഞ്ഞു പോയവരുടെ അസ്ഥികൾ, ബന്ധം വേർപെട്ടു പോയ അസ്ഥികൾ, ഇന്ന് ഈ രാവിലെ സമയത്ത് ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, ബന്ധങ്ങൾ വേർപെട്ടു പോയ സ്ഥാനത്ത് ദൈവം നമ്മളെ കൂട്ടിച്ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം ചിലത് നമുക്ക് തിരികെ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കലും ജീവിക്കുകയില്ല, നന്നാകുകയില്ല, വളർച്ച പ്രാപിക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവാത്മാവ് നിങ്ങളിൽ ശ്വാസം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ഒരു വളർച്ച വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ഒരു ഉയർച്ച വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിമുടി ഒരു മാറ്റം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ജീവൻ നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രവാചകൻ അസ്ഥികളോട് പ്രവചിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മേൽ, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച്, മാംസം പിടിപ്പിച്ച്, നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. അതെ, നമ്മിൽ ത്വക്ക് വെച്ച് പിടിപ്പിക്കുന്ന, നമ്മിൽ ഞരമ്പ് വെച്ച് പിടിപ്പിക്കുന്ന, നമ്മിൽ മാംസം വെച്ച് പിടിപ്പിക്കുന്ന, നമ്മൾ ജീവിക്കേണ്ടതിന് ശ്വാസം വരുത്തുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഈ പറയപ്പെട്ട മേഖലകളിലെല്ലാം നീ നിർജീവമായ അവസ്ഥയിലാണോ കടന്നു പോകുന്നത്? ശ്വാസമില്ലാത്ത അവസ്ഥയിലാണോ? നിന്റെ മുൻപോട്ടുള്ള ഗതികളെ ചോദ്യചിഹ്നം എന്ന നിലയിലാണോ നീ ആയിരിക്കുന്നത്? എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ വചനം നിന്നോട് പറയുന്നു, ഇല്ല കുഞ്ഞെ, നീ മനുഷ്യരുടെ മുമ്പിൽ ചോദ്യചിഹ്നമാകത്തില്ല. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവി ഉണ്ടാകാതിരിക്കത്തില്ല. അവരാരെല്ലാം പറഞ്ഞാലും ഇന്ന് നീ വിശ്വസിക്ക്, യേശുവിൽ നീ വിശ്വസിക്ക്. നിന്റെ തലമുറയുടെ കാര്യത്തിൽ ദൈവം ഒരു തീരുമാനമുണ്ടാക്കുവാനിടയായി തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ പ്രവാചകൻ ആത്മാവിൽ നിറയപ്പെട്ടവനായി പ്രവചിച്ചപ്പോൾ അവിടെ ഒരു കാറ്റടിക്കുവാനിടയായി തീർന്നു. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. നിഹിതന്മാരായി കിടക്കുന്ന, ഉയർച്ച
ഉയർച്ചയില്ലാതെ കിടക്കുന്ന, വളർച്ചയില്ലാതെ കിടക്കുന്ന, നന്മയുടെ കണിക പോലും കാണാതെ കിടക്കുന്ന നിഹിതന്മാരുടെ ഗണത്തിൽപ്പെട്ട ദൈവവൈതലേ, ഇന്ന് നിന്നോട് ദൈവാത്മാവ് പറയുകയാ, നിന്നോട് കൽപ്പിച്ചതുപോലെ, നിന്നോട് പ്രവചിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ ഇതാ സംഭവിക്കാൻ പോകുന്നു. യേശു നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോകുന്നു. ഇന്ന് രാവിലെ സമയം യേശുവിൻ്റെ കരങ്ങളിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കുക. നീ നിഹിതന്മാരായവർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക എന്ന് ആ ദൈവം എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ അവരിൽ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു. ദൈവം പറഞ്ഞത് ചെയ്തപ്പോൾ അവരിൽ ജീവൻ വന്നെങ്കിൽ, ദൈവം പറഞ്ഞത് നീ അനുസരിച്ചാൽ, യേശു പറഞ്ഞത് നീ അനുസരിച്ചാൽ, നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ വന്നു ചേരുവാനിടയായി തീരും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നീ ഒരു നന്മ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു ശുശ്രൂഷയിൽ ഒരു ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ശുശ്രൂഷയുടെ ഒരു പുതിയ മേഖല കാണാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശു കർത്താവ് നിന്നോട് പറഞ്ഞത് നീ ചെയ്യുവാൻ തയ്യാറാകുക. അങ്ങനെ ചെയ്യുവാൻ തയ്യാറായാൽ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാനിടയായി തീരും. പ്രവാചകൻ പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു പറ, കർത്താവേ, ഈ അസ്ഥികൾ ജീവിച്ചതുപോലെ എൻ്റെ തലമുറ ജീവിക്കട്ടെ. ഈ അസ്ഥികൾക്ക് ജീവൻ വെച്ചതുപോലെ എൻ്റെ കുടുംബത്തിനൊരു പുതിയ ജീവൻ ഉണ്ടാകട്ടെ. എൻ്റെ തലമുറകൾക്കൊരു പുതിയ ജീവിതം ഉണ്ടാകട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതിയൊന്നും മാറട്ടെ. അസ്ഥികൾ ജീവിച്ചൊരു വലിയ സൈന്യമായി മാറിയതുപോലെ ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ കർത്താവേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ഇന്ന് പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായി തീരും. ആയതിനാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട്